നമ്മളിന്ന് മുറിക്കാൻ പോകുന്നത് കൂന്തളാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്ന ഒരു മീനാണ് കൂന്തളും മത്തിയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മുറിക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇത് തലയും ഉടലും വെവ്വേറെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വെവ്വേറെ ആക്കിയെടുക്കാം. അത് ഏകദേശം ഒരു 3 പാത്രമെങ്കിലും വേണം നമുക്ക് മുറിച്ചിടാൻ, എന്നാലും ഒന്ന് വൃത്തിയിലൊക്കെ മുറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തലയും ഉടലൊക്കെ ഒന്ന് വേറെ വേറെ ആകട്ടെ കേട്ടോ. ഇത് വളരെയധികം ശ്രദ്ധിച്ച് മുറിക്കണം. വളരെയധികം ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ച് മുറിക്കണം. എന്താ വെച്ചാൽ മഷിയുണ്ട് ഇതിൻ്റെ കണ്ണിലും, ഇവിടെ ഒരു ഇതുണ്ട്, അവിടെ മഷീൻ്റെ ഒരു ഇതുണ്ട്, അത് പൊട്ടിപ്പോവും. അത് നമുക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കിയിട്ട് മുറിക്കണം. അപ്പോൾ എങ്ങനെയാണ് മുറിക്കാൻ നോക്കാം കേട്ടോ. ആദ്യം ഇത് രണ്ടും വെവ്വേറെ ആക്കട്ടെ. അതെ, രണ്ടും വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതാ ഉടലാണ് മുറിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് അതിൻ്റെ വായിൽ നിന്ന് കിട്ടിയൊരു മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ വേസ്റ്റൊക്കെ പോക്കി നമുക്ക് ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്, അതിനെ ചോറ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനൊരു ഒരു പാർട്ട് ഉണ്ടാവും, അത് നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ഇതിൻ്റെ തോല് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കണം. എളുപ്പത്തിൽ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ തോടൊക്കെ നമ്മൾ പോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നടുകെ ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റ് ഇതാ ഓരോ മീനൊക്കെ തിന്നിട്ടുള്ളതാണ്, അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അതേ മുറിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇത് ചെറിയ കഷ്ണമാക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ അതേ ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടോ. ഇന്ന് കുറച്ച് മീനാണ് കിട്ടിയത്. ഈ കൂന്തൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള മീനാണ്. പക്ഷേ അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഉച്ചത്തേക്ക് മാത്രമായിട്ട് വെക്കുന്നതാണ്. രാത്രിത്തേക്ക് വേറെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഉടലിൻ്റെ തൊക്കെ കഴിയും. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുറിക്കാം. നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞ കണവ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. അതെങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് എല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുറിക്കാൻ പോകുന്ന തലയാണ് കേട്ടോ. അപ്പം തലയിലാണ് മഷി ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കേട്ടോ. പിന്നെ ഇവിടെയാണ് മഷി ഉണ്ടാവുക, തലേൻ്റെ ഇവിടെ. ഇതങ്ങോട്ട് ഒഴിവാക്കിയാൽ മഷി പോയി. പിന്നെ അതാ മഷിയുള്ള ഭാഗം കണ്ണാണ്. ഇത്രയും ഭാഗം മതി നമുക്ക്. ഇത് ഒഴിവാക്കാം. ഇതിങ്ങനെ എടുക്കുക. ഈ ഭാഗം നമുക്ക് ആവശ്യമുള്ള കേട്ടോ. പിന്നെ ഇവിടെ ഇതാണ് മഷിയുള്ളത്, ഇത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്കിതൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ തലയും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മഷിയൊക്കെ പോക്കി ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. മഷിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് തലയും ഉടലും ഒന്നായിട്ട് നമുക്ക് കഴുകാം. കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വലിയ പാത്രത്തിൽ കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ മീനൊക്കെ നന്നായി വൃത്തിയാകും. ചെറിയ പാത്രത്തിലാകുമ്പോൾ കഴുകാനും പ്രയാസം. അതിനകത്ത് പിന്നെ കുറച്ച് മീനുള്ളൂ, കഴുകാനും പ്രയാസമാണ്. മീനൊന്നും അധികം അങ്ങനെ വൃത്തിയാവില്ല. പിന്നെ ഈ മീൻ കഴുകിയ വെള്ളം നമ്മൾ വേസ്റ്റിലേക്ക് ഇടുന്നതിനെക്കാളും നല്ല നമ്മൾ ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് കായ്ച്ച് നിൽക്കും. പൂടാനുള്ള ചെടികളാണ് നന്നായി പൂത്ത് നിൽക്കും. ഇതിങ്ങനെ തന്നെ ഡൈലൂട്ട് ചെയ്യുന്നുണ്ട് വേണം ചെടികൾക്ക് ഒഴിക്കാൻ. കുറച്ച് മീൻ്റെ വെള്ളത്തിലേക്ക് കുറേ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിലൊക്കെ പാരുകയാണെങ്കിൽ നല്ല അപ്പം പാരുമ്പോഴുള്ള ഒരു മണം ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ മണവും ഉണ്ടാവില്ല, മീൻ്റെ ഒരു ദുർഗന്ധവും ഉണ്ടാവില്ല, പച്ചമീൻ്റെ ഒരു മണവും ഉണ്ടാവില്ല. നന്നായിട്ട് ചെടികളൊക്കെ മറ്റേ പച്ചക്കറികളൊക്കെ നല്ലതായിട്ട് കായ് പിടിക്കും. അപ്പോൾ അത് നമുക്ക് കഴുകിയെടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടമുള്ള പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ. അത് ഓട്ടമുള്ള പാത്രത്തിൽ ആക്കി വെച്ചാലേ വെള്ളം ഇത് പോകുള്ളൂ. ഇതൊരു കൊഴുത്തൊരു മീൻ, അതിനെക്കൊണ്ട് വെള്ളം ഇതിങ്ങനെ തള്ളി നിൽക്കും, തങ്ങി നിൽക്കും. അപ്പോൾ ഞാനിതാ അങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കൂന്തൽ മുറിച്ചെടുക്കാം.